പ്രിയമുള്ളവരെ, വചനജ്വാല 958 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 15 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പീറ്റർ ഗൊൺസാലോസിനെ അനുസ്മരിക്കുന്നു. സ്പെയിനിൽ അസ്തോർഗ എന്ന പ്രദേശത്ത് പീറ്റർ ഭൂജാതനായി. പഠനത്തിൽ സമർത്ഥനായ ഈ ബാലൻ വൈദിക പഠനം ആരംഭിച്ചു. ഇളയച്ചൻ സ്ഥലത്തെ മെത്രാനായിരുന്നതുകൊണ്ട് സ്വൽപ്പം മായാസ്തുതി ജീവിതത്തിൽ കലർന്നിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ആഘോഷത്തിനിടയ്ക്ക് പീറ്റർ കുതിരപ്പുറത്തുനിന്ന് വീണ് ലജ്ജിതനായി. മനം മാറ്റത്തെ തുടർന്ന് അദ്ദേഹം ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. ലോകാരൂപി അദ്ദേഹത്തെ മാടി വിളിച്ചെങ്കിലും ഒരു ദിവ്യപ്രകാശം മുന്നോട്ട് നയിച്ചു. എളിമയിലും പ്രായശ്ചിത്തത്തിലും ഉറച്ചുനിന്ന് ദൈവവചനം പ്രസംഗിക്കാൻ അധികാരികൾ അദ്ദേഹത്തോട് ആജ്ഞാപിച്ചു. ദിവ്യകീർത്തനങ്ങൾ പാടി രാത്രി ദീർഘസമയം ധ്യാനിച്ച് വിശ്വാസികളോട് അദ്ദേഹം വചനം പങ്കുവച്ചു. എളിമയിലും പ്രായശ്ചിത്തത്തിലും ഉറച്ചുനിന്ന് ദൈവവചനം പ്രസംഗിച്ച് പ്രത്യേകമായി ദരിദ്രരോട് 56 വയസ്സിൽ ദൈവ സന്നിധി പൂകിയ പീറ്റർ ഗൊൺസാലാസിന്റെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് നെഹമിയായുടെ പുസ്തകം 2-ാം അധ്യായം 11 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഞാൻ ജെറൂസലേമിലെത്തി 3 ദിവസം അവിടെ കഴിഞ്ഞു. ഞാനും കൂടെയുണ്ടായിരുന്ന ചിലരും രാത്രിയിൽ എഴുന്നേറ്റു. ജെറൂസലേമിന് വേണ്ടി ചെയ്യാൻ എന്റെ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെയും അറിയിച്ചില്ല. സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ ഞാൻ താഴ്വാരവാതിലിലൂടെ കുറുനരിയുറവ കടന്ന് ചുറ്റുവാതിലിൽ എത്തി. ജെറൂസലേമിന്റെ തകർന്ന മതിലുകളും കത്തിനശിച്ച വാതിലുകളും പരിശോധിച്ചു. അവിടെ നിന്ന് ഞാൻ ഉറവവാതിലിലേക്കും രാജവാപിയിലേക്കും പോയി. എന്നാൽ എന്റെ സവാരി മൃഗത്തിന് കടന്നു പോകാൻ ഇടമില്ലായിരുന്നു. അതിനാൽ രാത്രിയിൽ ഞാൻ താഴ്വരയിലൂടെ കയറിച്ചെന്ന് മതിൽ പരിശോധിച്ചു. തിരിച്ച് താഴ്വാരത്തിലൂടെ മടങ്ങി പോന്നു. ഞാൻ എവിടെ പോയെന്നും എന്തു ചെയ്തെന്നും സേനാനായകൻ അറിഞ്ഞില്ല. യഹൂദർ, പുരോഹിതർ, പ്രഭുക്കന്മാർ, സേവകന്മാർ എന്നിവരെയും ജോലിക്കാരെയും ഞാൻ വിവരം അറിയിച്ചിരുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ ദുസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ? ജെറൂസലേമിൽ വാതിലുകൾ കത്തിച്ച് നശിച്ചു കിടക്കുന്നു. വരുവിൻ, നമുക്ക് ജെറൂസലേമിന്റെ മതിൽ പണിയാം. മേലിൽ ഈ അവമതി നമുക്ക് ഉണ്ടാവരുത്. എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് സഹായത്തിനുണ്ടായിരുന്നുവെന്നും രാജാവിനോട് എന്തു പറഞ്ഞെന്നും ഞാൻ അവരെ അറിയിച്ചു. നമുക്ക് പണി തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജോലിക്ക് തയ്യാറായി. എന്നാൽ ഹൊറോന്യനായ സൻബല്ലാത്തും അമ്മോന്യനായ തോബിയ എന്ന ദാസനും അറേബ്യനായ ഗഷേമും ഇത് കേട്ട് ഞങ്ങളെ പരിഹസിച്ചു പറഞ്ഞു, നിങ്ങൾ എന്താണീ ചെയ്യുന്നത്? രാജാവിനോടാണോ മത്സരം? ഞാൻ മറുപടി നൽകി, സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ പണിയും. എന്നാൽ നിങ്ങൾക്ക് ജെറൂസലേമിൽ ഓഹരിയോ അവകാശമോ സ്മാരകമോ ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതലുള്ള വാക്യങ്ങൾ വായന തുടരുന്നു. മതിൽ പുനരുദ്ധരിക്കുന്നു.
പ്രധാന പുരോഹിതനായ ഏലിയാഷിബ് സഹപുരോഹിതന്മാരോടൊത്ത് അധകവാടം പണിതു. അവർ അതിന്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുകയും കതകുകൾ പിടിപ്പിക്കുകയും ചെയ്തു. ശതഗോപുരവും ഹനനേൽ ഗോപുരവും പണിത് അവരെ പ്രതിഷ്ഠാകർമ്മം നടത്തി. അതിനോട് ചേർന്ന ഭാഗം ജെറീക്കോക്കാരും അതിനപ്പുറം ഇമ്രിയുടെ പുത്രൻ സക്കൂറും പണിതു. ഹസ്നോയുടെ പുത്രന്മാർ മത്സ്യകവാടം പണിത് അതിന് ഉത്തരം കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അടുത്ത ഭാഗം ഹക്കോസിന്റെ പുത്രനായ ഊറിയായുടെ പുത്രൻ മെറോമോത്ത് പുതുക്കിപ്പണിതു. തുടർന്നുള്ള ഭാഗം മെഷേ സാബേലിന്റെ പുത്രനായ ബെറേക്കിയായുടെ പുത്രൻ മെഷുല്ലാം പണിതു. അടുത്ത ഭാഗം ബാനായുടെ പുത്രൻ സാദോക്ക് പുതുക്കിപ്പണിതു. തെക്കോവക്കാരാണ് അടുത്ത ഭാഗം പണിതത്. എന്നാൽ മേലാളന്മാർ നിശ്ചയിച്ച ജോലി പ്രമുഖന്മാർ ചെയ്തില്ല. പാസയുടെ പുത്രൻ യയാദായും ബസേദായുടെ പുത്രൻ മെഷുല്ലാമും കൂടെ പ്രാചീന കവാടം പുതുക്കിപ്പണിത് ഉത്തരം, കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഉറപ്പിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്.